എന്നെ പറ്റി പറയുന്നു. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെല്ലാവരും സത്യം മാത്രം പറയണം. സത്യം മാത്രം പറയണം. ഉറപ്പാണോ? നിങ്ങൾ എല്ലാവരും എന്നെ കാണുന്നുണ്ട് അല്ലേ? നിങ്ങൾ എന്നെ കാണുന്ന സമയത്ത് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു കുറവുള്ള പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ലാന്നോ? ഉണ്ടോ? ഇല്ലാന്നോ? എനിക്ക് രണ്ട് കൈയുണ്ടോ? അത് ശരീരത്തിലൊരു അവയവമാണോ? അല്ലേ? അപ്പൊ നിങ്ങൾ പറഞ്ഞ ശരിയോ തെറ്റോ? ഞങ്ങളൊക്കെ ചോദിച്ച സത്യം മാത്രം പറയാനാണ് അല്ലേ? പക്ഷെ നിങ്ങളവിടെ ചെറുതായിട്ടൊന്ന് കളവ് പറഞ്ഞു അല്ലേ? കൈ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് അല്ലേ? ആ അവയവം കിട്ടില്ല അല്ലേ? പക്ഷെ ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ച സമയത്ത് നിങ്ങളെല്ലാവരും മനസ്സിൽ ഒരു ചെറിയൊരു പേടിയുണ്ടായി അല്ലേ? ഇപ്പം അങ്ങനെ പറഞ്ഞാൽ നമുക്ക് വിഷമാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അവിടെ കളവ് പറഞ്ഞു അല്ലേ? അല്ലേ? ആണ്. അപ്പം സംഭവം ശരിയാണ്. നിങ്ങളെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ സാധാരണ എല്ലാവർക്കും വിഷമം വരും. എനിക്കും വിഷമം ചെറുപ്പത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഞങ്ങളോട് ആ ചോദ്യം അങ്ങോട്ടല്ലേ ചോദിച്ചത് അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് കൈയില്ലാത്തതിൻ്റെ യാതൊരു സങ്കടവും എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത് മാത്രം മനസ്സിലാക്കുന്നത്. പിന്നെ എന്നോട് ഒരാൾക്ക് ചോദിക്കലുണ്ട് കയ്യില്ലാത്തതിൽ എന്തെങ്കിലും വിഷമം തോന്നും. അപ്പോൾ ഞാൻ പറയും പണ്ടൊക്കെ പറയുന്ന വിഷമം വരുന്നു. ഇപ്പം ഞാൻ പറയും അൽഹംദുലില്ലാഹ് റാഹത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈയില്ലാത്തതിൻ്റെ പേരിലാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ? എന്നാലും ഞാൻ കൂടി അപ്പം നിങ്ങളുടെ മുമ്പിൽ ഇട്ടാൽ ഞാൻ കൈയില്ലാത്തതുകൊണ്ടല്ലേ? അതാണ് നമ്മൾ എപ്പോഴും നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർത്താൽ നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവും. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കാൻ നമുക്കുള്ള കുറവുകളെ കുറിച്ചാണ്. അപ്പോഴാണ് നമുക്ക് സങ്കടങ്ങളൊക്കെ